എടാ ഇവര് പറഞ്ഞു വിടണോ? ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ? അതെന്താ സഞ്ജു നീ അങ്ങനെ പറഞ്ഞേ? എന്താ മോനെ, വല്ല സ്പാർക്ക് അടിച്ചോ? ഒന്ന് പോയേടാ, അതൊന്നും അല്ല. എടാ നിങ്ങൾക്ക് എന്നെ അറിയാവുന്നല്ലേ, കോളേജിൽ വെച്ച് നമ്മുടെ അവന്മാരൊക്കെ കൂടി അവരെ റാഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെത്ര ഭയങ്കര ഗത്തിലല്ല അവര് നിന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെ പണി ഏക്കോ. അത് നീ പറഞ്ഞതിലും കാര്യമുണ്ട്. അവരത്ര പെട്ടെന്നൊന്നും നമുക്ക് ഓടിക്കാൻ പറ്റില്ല. അല്ലാടാ, അവരെ പറഞ്ഞു വിടണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. നല്ലതാണെങ്കിൽ നമുക്കിവിടെ നിർത്താടാ. ഓഹോ, എനിക്കറിയായിരുന്നു ലാസ്റ്റ് പറഞ്ഞു പറഞ്ഞ് ഇവിടെ കൊണ്ട് എത്തിക്കുമെന്ന്. എടാ സാമേ, വിച്ചു പറയുന്നതിലും കാര്യമില്ലേ? അവരോട് നിന്നോട്ടെ, നമുക്കെന്താ കുഴപ്പം? ഇതേടാ അവര് തന്നെയുണ്ട്. ഹലോ ഗായ്സ്, നമുക്ക് അങ്ങനെ പരിചയപ്പെടാനൊന്നും പറ്റിയില്ല. അല്ല, ഞങ്ങളുടെ റൂമൊക്കെ എവിടെയാ? നിങ്ങളുടെ റൂമൊക്കെ മേളിലാ, അത് ഞങ്ങൾ കാണിച്ചു തരാം. അല്ല, നീ എന്തോ ഒന്നും മിണ്ടാത്തെ? ഒന്നുമില്ല, നിങ്ങളെല്ലാവരും സംസാരിക്കല്ലേ, അതാ ഞാനൊന്നും മിണ്ടാത്തെ. അല്ല, ചോദിക്കാൻ വിട്ടോ, നിങ്ങളെന്തിനാ ഈ റിസ്ക് ഉള്ള ഈ ഫോറൻസിക് ഒക്കെ തിരഞ്ഞെടുത്തത്? അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ക്രൈം ത്രില്ലർ സസ്പെൻസ് മൂവിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആണ് ഞങ്ങൾ ഈ മേഖലയിലേക്ക് വന്നത്. പിന്നെ ഞങ്ങൾ മൂന്നുപേരും നല്ല തിക് ഫ്രണ്ട്സ് ആയിരുന്നോണ്ട് ഞങ്ങൾ ഒരേ ജോബ് തന്നെ എടുത്തു. അല്ല, നിങ്ങളെന്താ CBI തിരഞ്ഞെടുത്തത്? ഞങ്ങളും ഈ സെയിം കാരണം കൊണ്ട് തന്നെയാണ് CBI തിരഞ്ഞെടുത്തത്. അല്ല, നിങ്ങളുടെ ഫാമിലിയൊക്കെ അപ്പോൾ എവിടെയാ? ഞങ്ങൾ ജനിച്ചതും വളർന്നതും പഠിച്ചതൊക്കെ UK-യിലായിരുന്നു. ഞങ്ങളുടെ പേരൻസും UK-യിലാണ്. പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാട്ടിലേക്ക് വന്നത്. നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തായിരുന്നോ? ഞങ്ങൾ ഇതുവരെ എവിടെയും വർക്ക് ചെയ്തില്ല. കുറച്ച് നാൾ ഞങ്ങൾ പഠിത്തം കഴിഞ്ഞിട്ടും ഞങ്ങൾ ജോലിക്ക് കയറാത്തത് ഞങ്ങൾ UK-യിലായിരുന്നു. ഞങ്ങളുടെ പപ്പയ്ക്കും മമ്മയ്ക്കും ഞങ്ങൾ അവിടെ തന്നെ സെറ്റിലാക്കണം എന്നായിരുന്നു ആഗ്രഹം. ബട്ട് ഞങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്, ഇവിടെ തന്നെ ജോലി നോക്കുന്നത്. ഓ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ പപ്പയും മമ്മിയും ഞാനൊരൊറ്റ മോളാവട്ടെ. എൻ്റെ വീട്ടിലും പപ്പയും മമ്മിയും ഞാനേ ഉള്ളൂ. ഞാനും ഒരൊറ്റ മോള് തന്നെയാണ്. പക്ഷെ മിയ അങ്ങനെയല്ല, മിയയ്ക്ക് ഒരു അനിയത്തിയൊക്കെ ഉണ്ട്. മിയയുടെ അനിയത്തി എന്ത് ചെയ്യുന്നു? അവളും അവളുടെ ചേച്ചീനെ പോലെ തന്നെയാ. അവൾക്കും ഫോറൻസിക്കിലേക്ക് വരാനാണ് താല്പര്യം. അപ്പോൾ കുടുംബത്തോടെ ഇറങ്ങി തിരിച്ചേക്കുവാണല്ലേ? അതെന്തെന്ന് വെച്ചാണ്ടല്ലോ, എന്നെക്കാളും താല്പര്യം അവൾക്കായിരുന്നു ഇങ്ങനത്തെ ക്രൈം സസ്പെൻസ് ത്രില്ലറൊക്കെ. അതുകൊണ്ട് അവളത് ചൂസ് ചെയ്തു. പിന്നെ ഞങ്ങൾ ഓർത്തു അതൊക്കെ തന്നെ എടുക്കാമെന്ന്. അവളിപ്പോൾ കാനഡയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അവൾക്ക് ഇതുവരെ പഠിത്തമൊന്നും കഴിഞ്ഞില്ല. ടൈം ഒരുപാടായില്ലേ മിയ? നിങ്ങളെന്നാ ചെന്ന് കിടക്ക്, റൂം ഞങ്ങൾ കാണിച്ചു തരാം. എന്നാ വെച്ചു, നീ ഇവർക്ക് കൊണ്ടുപോയ റൂമൊക്കെ കാണിച്ചു കൊടുക്കുക. പിന്നെ ഒരു പുതിയ കേസ് ഫയൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നാളെ തന്നെ നമുക്കതിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങണം. അപ്പം നിങ്ങൾ ചെന്ന് കിടക്കുക, നാളെ നേരത്തെ എഴുന്നേക്കാനുള്ളതല്ലേ. ഓക്കേടാ, എന്നാൽ ഞങ്ങൾ പോവാം. ഗുഡ് നൈറ്റ്. ഇതാണ് നിങ്ങളുടെ റൂം. എന്നാൽ നിങ്ങൾ റെസ്റ്റ് എടുത്തോ, ഞാൻ എന്നാൽ പോവാം. എന്നാൽ ശരി വെച്ചു, ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം. എടി, അവർ വലിയ കുഴപ്പമില്ല അല്ലേ? എന്തായാലും കൊള്ളാം. അത് ശരിയാടി, നമ്മൾ വിചാരിച്ച പോലെ അത്രയ്ക്ക് കുഴപ്പക്കാരൊന്നും അല്ല. ശരിയാടി, അവർ ഇത്രയ്ക്ക് പാവാന്ന് ഞാൻ വിചാരിച്ചില്ല, പ്രത്യേകിച്ച് വെച്ച്. എന്തോ ഇങ്ങനെ ഇത്രയും നേരം അതല്ലല്ലോ മോള് പറഞ്ഞത്. മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങടി, നാളെ രാവിലെ നമുക്ക് പോകാനുള്ളതാ. എടി മിയെ, നിനക്കിനി അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നീ പറ, നമുക്ക് സെറ്റാക്കാം. എടി, ഞാൻ പുള്ളിയുടെ മാനേഴ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പറഞ്ഞാ, അല്ലാതെ എനിക്ക് അങ്ങനെയൊന്നുമില്ല. പോടിക്കണം ഉറങ്ങും മര്യാദയ്ക്ക്. നാളെ നമുക്ക് പോകേണ്ടല്ലേ? ആയിക്കോട്ടെ മോളെ, നാളെ രാവിലെ തന്നെ പോവേണ്ടതാണ്. കിടക്കാൻ പാ. എടാ, നിങ്ങൾ ഇതുവരെ റൂമിലേക്ക് പോയില്ലേ? ഇല്ലാടാ, റാം ആ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എന്നാ ഗുഡ് നൈറ്റ്, ഞാൻ പോവാം. ശരിടാ, ഗുഡ് നൈറ്റ്. എന്നാൽ നമുക്ക് നാളെ കാണാം. വാടാ സാം, നമുക്ക് പോവാം. ഗുഡ് നൈറ്റ്. പിന്നെ ഒരു കാര്യം, നാളെ നേരത്തെ എണീക്കണം കേട്ടല്ലോ. വിച്ചു വാ, കിടക്ക. എല്ലാവരും ഒന്ന് വേഗം വാ, ഒരു എമർജൻസി ഉണ്ട്. ഞങ്ങളെത്തി, വാ നമുക്ക് പോവാം. കിരൺ, എന്താ പറ്റിയേ? ഇവിടെ എന്താ സംഭവിച്ചേ? സഞ്ജു ഇന്ന് രാവിലെ 7:30-ഓടെയാണ് ബോഡി റിക്കവർ ചെയ്തത്. ഇപ്പോൾ ഇത് കൊലപാതകമാണോ
അതോ വല്ലോ മൃഗങ്ങൾ അറ്റാക്ക് ചെയ്തതാണോ എന്നറിയില്ല. അവരോട് ബോഡി ഫോറൻസിക് ലാബിലേക്ക് അയക്കാൻ പറയൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞങ്ങളുടെ തന്നേരടാ. ഇതാരാന്ന് ഐഡൻറ്റിഫൈ ചെയ്തോ? ഇവിടെയുള്ളവരോട് ചോദിച്ചിട്ട് ആർക്കും അറിയില്ല. ഇതുവരെ ആരാന്നൊന്നും ക്ലിയർ ആയിട്ടില്ല. നീയ ജെനി, നിങ്ങൾ 3 പേര് ലാബിലേക്ക് വെക്കോ? ഓക്കെ റാം, എന്നാൽ ശരി, ഞങ്ങൾ പോവാം. ബോഡി ഞാൻ എത്രയും പെട്ടെന്ന് ഫോറൻസിക് ലാബിലേക്ക് അയക്കും. എടി, നീ ബ്ലഡ് സാമ്പിൾ ഇന്ന് എടുത്തതാ. ഞാൻ DNA ടെസ്റ്റിന് കൊടുക്കട്ടെ. ജെനി, മിയ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ആക്സിഡൻ്റലി സംഭവിച്ചെന്ന്? ഇതൊരു പ്ലാൻ മർഡർ തന്നെയാണ്. അതെങ്ങനെ ജഗു നിനക്ക് ഇത്ര ഉറപ്പിച്ച് പറയാൻ പറ്റുക? വല്ല മൃഗങ്ങൾ അറ്റാക്ക് ചെയ്തതായിക്കൂടെ? എടി, മൃഗങ്ങൾ വല്ല അറ്റാക്ക് ചെയ്തതാണെങ്കിൽ തന്നെ അതിൻ്റെ ശരീരത്തിൽ മൃഗങ്ങളുടെ പാടെന്തെങ്കിലും കാണും. ബട്ട് ഇതൊന്നുമില്ല. ജഗു, നീ പറഞ്ഞത് കറക്റ്റാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചോ? 7 ഇഞ്ചോളം ആഴത്തിലുള്ള മുറിവുകളുണ്ട് ശരീരത്തിൽ. എന്തോ കത്തി പോലുള്ള മെറ്റൽ വെച്ച് കുത്തിയതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാൻ മർഡർ തന്നെയാണ്. ബട്ട് ആരായിരിക്കും ഇത് ചെയ്തത്? അതന്വേഷിക്കാനാണല്ലോ ഇവിടെ CBIയും പോലീസും ഒക്കെ ഉള്ളത്. അതിനെപ്പറ്റി ഓർത്ത് നീ തല ഉണ്ടാക്കണ്ട. നമുക്ക് നമ്മുടെ ജോലി ചെയ്താൽ മതി. ജെനി, എന്തായി? സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്തോ? അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ഞങ്ങൾക്ക് തന്നേരെ. റാം, എല്ലാം കളക്ട് ചെയ്തു. എല്ലാ സാമ്പിൾസും കിട്ടി. ഇതാണ്. മക്കളെ, ഗ്രേറ്റ് ജോബ്. നിങ്ങൾ അങ്ങനെ ആ കൊച്ചുകളെ കണ്ടെത്തി. താങ്ക് യു സാർ. ഈ ക്രെഡിറ്റ് ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല, ഇവർക്കും കൂടി ഉള്ളതാണ്. യെസ് സാർ, ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ കേസാണ്, ഞങ്ങളുടെ ഫസ്റ്റ് കേസ്. അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എന്താല്ലേ സാർ, ചെറിയൊരു വഴക്കിൻ്റെ പേരിൽ ഒരാളെ കൊല്ലാനൊക്കെ വെച്ചാൽ അതങ്ങനെയാണ് മിയ. ഈ ലോകം എത്രത്തോളം മാറിയിട്ടുണ്ടെന്ന് അറിയില്ലേ? സാർ, എന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക് പൊക്കോട്ടെ? എന്നാൽ ശരി, നിങ്ങളെ ഒരു മാസം പോയത് അറിഞ്ഞതേ ഇല്ല. ശരിയാ, എത്ര പെട്ടെന്ന് ഓരോ ദിവസം പോകുന്നത്. നിങ്ങൾക്ക് 1 മാസം പോയത് അറിഞ്ഞില്ലായിരിക്കും. അതിന് പല കാരണങ്ങളുണ്ടല്ലോ. പക്ഷെ എനിക്ക് 1 മാസം പോയത് നന്നായിട്ട് ഫീൽ ചെയ്തു. അതെന്താ സ്വാമി അങ്ങനെ ഒരു ടോക്ക്? അത് പിന്നെ അറിയില്ലേ വെച്ചു, സാമിന് സംസാരിക്കാനൊന്നും ആരും ഇല്ലാത്തതിന്റെ വിഷമാന്നേ. പിന്നെന്തിനാ മുത്തേ ഈ ഏട്ടനോട് ജീവിച്ചിരിക്കണേ? ഇതിപ്പോ കളിയായിട്ട് തുടങ്ങിയത് കാര്യാവോ? നീ എതിടെ നിന്റെ ഫോൺ ബെല്ലടിക്കുന്നു. ഹലോ, ഇതാരും എന്റെ ആമിക്കുട്ടിയോ? എടി, ഞാനിവിടെ വന്നിട്ട് എത്ര നാളായി. നീ എന്നെ ഒന്ന് വിളിച്ചോ? നീ ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? ആരാടി അത്? ആമിയാണോ? ആടി ആമിയാ? ആമി, ഞാൻ ഇവിടെ പറഞ്ഞതാ. പിന്നെ നിനക്കവിടെ സുഖല്ലേ? ജോലി കിട്ടിയതോ? അത് കൊള്ളാലോ. ഞാനിവിടെ കയറിയിട്ട് 1 മാസമായുള്ളൂ. അപ്പത്തേക്കും നിനക്ക് ജോലി കിട്ടിയോ? എനിവേ, കൺഗ്രാറ്റ്സ് മുത്തേ, നിനക്കെന്തായാലും ജോലി കിട്ടിയല്ലോ. അല്ല, ശരി, എന്നാ ശരി, ഞാൻ വെക്കാം. അതാരാ മിയ? അനീതിയാണോ? അനീതി എന്ത് പറയുന്നു? അവൾക്ക് ജോലി കിട്ടിയെന്ന്. അവള് കാനഡയിലായിരുന്നു. ഇപ്പൊ വേറെ എവിടെയോ ജോലി കിട്ടിയെന്നാണ് അവള് പറഞ്ഞത്. നീ എവിടെയാന്ന് ചോദിച്ചില്ലേ? അവൾക്ക് എവിടെ ജോലി കിട്ടിയെന്ന് അവള് പറഞ്ഞില്ലേടി? നിനക്ക് തോന്നുന്നുണ്ടോ അവൾ എന്തെങ്കിലും പറയുമെന്ന്? അവള് കണ്ട സർപ്രൈസിനൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. നീ എവിടെയാണോ എന്തോ. അല്ല മിയ, അനീത്തി എങ്ങനെയാ ആള്? എന്റെ പൊന്നു സ്വാമി, അതിനെക്കുറിച്ച് ഒന്നും പറയാതിരിക്കണേ ഭേദം. ഇവളുടെ അപ്പുറം ഇരുന്നത് ഇവളുടെ അനീതി. അന്ന് അനീത്തിനെ ഒന്ന് കാണണല്ലോ. അല്ല, നീ എന്തിനാ ഇപ്പൊ അവളുടെ അനീതിനെ കാണുന്നേ? അല്ല, ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അവള് കാനഡയിൽ തന്നെയായിരിക്കും ജോലിക്ക് കയറിയേക്കണേ. അപ്പൊ കാണാൻ പറ്റില്ല. കാണണമെങ്കിൽ തന്നെ കാനഡയിലേക്ക് പോകണം. മതി കാനഡ പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എല്ലാരും ചെന്ന് കിടന്നുറങ്ങാൻ നോക്കുക. നാളെ രാവിലെ പോകേണ്ടതല്ലേ?